പ്രൈസ് ലോർഡ്. കർത്താവിൻ്റെ പരിശുദ്ധമേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീത പ്രഭാതത്തിനായി നമുക്ക് ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കാം. ഈ തിരുവചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്നവനായ യേശുക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹവന്ദനങ്ങൾ. സദൃശ്യവാക്യങ്ങൾ 14 അധ്യായം 30 വാക്യം. ശാന്ത മനസ്സ് ദേഹത്തിന് ജീവൻ, അസൂയോ അസ്ഥികൾക്ക് ദ്രവത്വം. മറ്റൊരു പരിഭാഷ ഇങ്ങനെയാണ് പറയുന്നത്: പ്രശാന്തമായ മനസ്സ് ശരീരത്തിന് ഉന്മേഷം നൽകുന്നു എന്ന്. സദൃശ്യവാക്യങ്ങൾ 18 അധ്യായം 14 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, തകർന്ന മനസ്സിനെയോ ആർക്ക് സഹിക്കാമെന്ന് നമ്മളോട് വായിക്കുന്നുണ്ട്. ഹൃദയമെന്ന് പറയുന്നത് വികാരങ്ങളുടെ കേന്ദ്രമാണ്. മനസ്സ് ചിന്തയുടെ കേന്ദ്രമാണ്. യുക്തിപൂർവം ചിന്തിക്കാനുള്ള കഴിവാണ് മനസ്സ്. ഒരു കാര്യത്തിനും ശാന്തതയില്ലാത്തവർ കടലിളകി മറിയുന്നത് പോലെയാണ്. തിരയടിക്കുന്നത് പോലെ അവർ പലരോടും കോപിക്കും. നീ നിന്റെ മനസ്സിനെ ഭരിക്കുക, അല്ലെങ്കിൽ അത് നിന്നെ ഭരിക്കുമെന്ന് ഒരു ചിന്തകൻ പറഞ്ഞിട്ടുണ്ട്. ആഴിയുടെ അടിത്തട്ട് സജീവമെങ്കിലും നിശബ്ദമാണ്. അതിലെ തരംഗങ്ങൾ ഒരു പ്രദേശത്തേക്ക് നിന്ന് മറ്റൊരിന്നിലേക്ക് പ്രവഹിക്കുന്നത് നിശബ്ദമായിട്ടാണ്. ഇതിനേക്കാൾ അത്ഭുതകരമാണ് ഒരു മനസ്സിൽ നിന്ന് മറ്റൊരു മനസ്സിലേക്കുള്ള ചിന്താപ്രവാഹം. കാറ്റും കോളും കാരണം കടലിളകി പടക് ആടി ഉലഞ്ഞ സമയത്ത് ആ സാഗരത്തെ പ്രശാന്തമാക്കിയ ക്രിസ്തുനാഥൻ ജീവിത പടക് നിയന്ത്രിച്ചാൽ മാത്രമേ പ്രശാന്തമായ ഒരു മനസ്സുണ്ടാകുകയുള്ളൂ. എന്നാൽ മാത്രമേ ജീവനും ചൈതന്യവും പകരപ്പെടുകയുള്ളൂ. ഈ ലോകമാകുന്ന സമുദ്രത്തിലൂടെ ഓടുന്ന പടകാണ് നമ്മുടെ ജീവിതം. നോക്കി നിൽക്കുമ്പം കടല് ഇളകി മറിയും. ഇതുപോലെ ഓർക്കാപ്പുറത്ത് പ്രതിസന്ധികൾ അലയടിക്കും. അവിടെയെല്ലാം ശാന്തതയുള്ള ഒരു മനസ്സ് നമുക്ക് വേണം. നാവിൻ്റെ ശാന്തത ജീവവൃക്ഷമെന്ന് വചനം പറയുന്നു. മനസ്സിൻ്റെ ആകുലതയിൽ നിന്ന് നാവിലൂടെ ദോഷമായത് പലതും പുറത്തു വരും. ഒടുവിൽ അത് മനോവ്യസനത്തിന് കാരണമായി തീരും. അതിൻ്റെ വക്രതയോ മനോവ്യസനം തന്നെ ഹൃദയം നിറഞ്ഞു കവിയുന്നതാണ് വായി പ്രസ്താവിക്കുന്നത് എന്ന് തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ശാന്തതയുള്ള മനസ്സുള്ളവർക്കേ നാവ് ശാന്തമാകത്തുള്ളൂ. അല്ലാത്ത പക്ഷം അത് മനോവ്യസനം ഉണ്ടാക്കുന്നത് നാവിൽ നിന്ന് പുറത്തു വരുവാൻ കാരണമായി തീരും. സഹിഷ്ണുതയുള്ള മനസ്സുണ്ട്. ശാന്തതയുള്ള മനസ്സിൻ്റെ മറ്റൊരു പ്രത്യേകതയാ അത് സഹിഷ്ണുതയുള്ളതായിരിക്കും. സഹിഷ്ണുത ഉളവാക്കുന്നത് കഷ്ടതയാണ്. ഒരു ക്രിസ്ത്യാനിയുടെ സ്വഭാവത്തെ പൂർണ്ണമാക്കുന്നത് കഷ്ടതയാണ്. തിരുവചനം വായിക്കുമ്പോൾ ക്രിസ്തുവിനോടുകൂടെ സഹിക്കുകയാണ് ക്രിസ്തുവിനോടുകൂടെ വാഴാനുള്ള ഉപാധി. കഷ്ടത എനിക്ക് സഹിക്കാൻ കഴിയില്ലെന്ന് നമ്മൾ പറയും. പക്ഷേ തിരുവചനം പറയുന്ന എൻ്റെ കൃപ നിനക്ക് മതിയെന്ന്. പലരും ഒരു പ്രശ്നം ഉണ്ടായാൽ പെട്ടെന്ന് പൊട്ടിത്തെറിക്കും. ആ നില മാറി വളർച്ച പ്രാപിച്ചവർക്കേ സഹിഷ്ണുതയോടെ നിൽക്കാൻ കഴിയുകയുള്ളൂ. ശാന്ത മനസ്സിന് മാത്രമേ സന്തോഷം കൈവരിക്കാൻ പറ്റുകയുള്ളൂ. ആറ്റുമീനിന് ആറാണ് സന്തോഷം, ചേറ്റുമീനിന് ചേറാണ് സന്തോഷം, പറവയ്ക്ക് ആകാശമാണ് സന്തോഷം, വന്യമൃഗങ്ങൾക്ക് എപ്പോഴും കാടാണ് സന്തോഷം. ഹല്ലേലൂയ. ദൈവജനമേ, ഈ ലോകത്തിൽ പലതും നമുക്ക് സന്തോഷിക്കുവാൻ കാണും. വഴക്കുണ്ടാക്കുന്നവർക്ക് വഴക്കുണ്ടാക്കുന്നതിലാണ് സന്തോഷം. ആത്മീകന് ആത്മീക സാന്നിധ്യമാണ് സന്തോഷം. ഓരോരുത്തരുടെ സ്വഭാവം അനുസരിച്ച് അവരവരുടെ സന്തോഷം വ്യത്യസ്തമാണ്. എന്ത് ചെയ്യാനാണ് താൻ ഏറ്റവും യോഗ്യനെന്ന് കണ്ടെത്തുകയും അത് ചെയ്യാനുള്ള അവസരം സ്വായത്തമാക്കുകയും ചെയ്യുന്നതിലാണ് സന്തോഷത്തിൻ്റെ കാതലെന്ന് ഒരു ചിന്തകൻ പറഞ്ഞിട്ടുണ്ട്. സന്തോഷമെന്ന് പറയുന്ന ഒരു സുഗന്ധക്കൂട്ട. അതിലെ ചില തുള്ളികൾ നിങ്ങൾ സ്വയം പുരട്ടാതെ മറ്റുള്ളവർക്കുടെ മേൽ പുരട്ടാനാവില്ല. ശാന്തതയുള്ള മനസ്സിനെ ഇവയൊക്കെ സാധ്യമാകത്തുള്ളൂ. കർത്താവിൽ എപ്പോഴും സന്തോഷിക്കണമെങ്കിൽ മനസ്സിൻ്റെ നിയന്ത്രണം കർത്താവിന് വിട്ടുകൊടുക്കണം. അപ്പോൾ ഏത് പ്രതിസന്ധിയിലും മനസ്സ് ശാന്തമാകും. ചിലർക്ക് അല്പം പോലും ശാന്തതയില്ല. പെട്ടെന്ന് കോപം നിറയുന്നത്, വസ്തുതകളുടെ യാഥാർത്ഥ്യം അറിയാതെ പൊട്ടിത്തെറിക്കും. അരിശം അല്പനേരത്തെ ഭ്രാന്താണ്. സത്യാഗ്രഹി ആരോടും കോപിക്കില്ല. അയാൾ വിരോധിയുടെ കോപത്തെ സഹിക്കുമെന്ന് ഒരിക്കൽ ഒരു ചിന്തകൻ പറഞ്ഞിട്ടുണ്ട്. കോപം പലപ്പോഴും ബുദ്ധിശീലതയിൽ ആരംഭിച്ച് പശ്ചാത്താപത്തിൽ അവസാനിക്കാറാണുള്ളത്. അരിശം അഗ്നി പോലെയാണ്.
നാശം വരുത്തിയിട്ടേ കെട്ടടങ്ങത്തുള്ളൂ. ജഡത്തിന്റെ ഫലങ്ങളിൽ പെട്ടതാ കോപം. ചിന്തിക്കാത്തവന്റെ മനസ്സിൽ ആൾതാമസമില്ലാത്ത വീട് പോലെ ജീർണിച്ചു പോകും. എന്താണ് ചിന്തിക്കേണ്ടതെന്ന് ഫിലിപ്പിയ ലേഖനത്തിലുണ്ട്. സത്യമായതൊക്കെയും ഘനമായതൊക്കെയും നീതിയായതൊക്കെയും നിർമ്മലമായതൊക്കെയും രമ്യമായതൊക്കെയും സൽകീർത്തിയായതൊക്കെയും സൽഗുണമോ പുകഴ്ചയോ അതൊക്കെയും ചിന്തിച്ചുകൊള്ളുവിൻ. ഈ കൂട്ടർക്കേ ശാന്തതയുള്ള മനസ്സുണ്ടാകുകയുള്ളൂ. പ്രതീക്ഷകളും പരിഭവങ്ങളും ഇല്ലാത്തവർക്ക് മാത്രമേ എപ്പോഴും സന്തോഷിക്കാൻ കഴിയൂ. എന്തെങ്കിലും നേട്ടങ്ങളെ മാത്രം ആശ്രയിച്ച് സന്തോഷിക്കുന്നവർ നഷ്ടങ്ങളിൽ ദുഃഖിതരാകും. തങ്ങൾക്കുണ്ടാകുന്ന സുഖ അനുഭവങ്ങൾക്കനുസരിച്ച് മാത്രമാണ് അവരുടെ സന്തോഷം. ഒരു കാരണവുമില്ലാതെ സന്തോഷിക്കാൻ കഴിയുന്നവർ പ്രസന്നരായിരിക്കും. താരതമ്യങ്ങൾക്ക് മുതിരുന്ന ഒരാൾക്കും ആനന്ദമുണ്ടാകുകയില്ല. തൻ്റെ ഒപ്പമുണ്ടായിരുന്നവർ ഒരുപടി ഉയർന്നാൽ അവർ ദുഃഖിക്കും. തന്നേക്കാൾ താഴ്ന്ന സ്ഥിതിയിലുള്ളവരെ കാണുമ്പോൾ മാത്രമാണ് അവർ ആശ്വസിക്കുക. എപ്പോഴും സുഖം മാത്രം നിർബന്ധമുള്ളവർക്ക് ശാന്തതയുള്ള മനസ്സുണ്ടാകത്തില്ല. അനാരോഗ്യവും പരാജയവും തളർച്ചയും എല്ലാം ഒഴിവാക്കാനാകാത്തതാണെന്ന് തിരിച്ചറിവുണ്ടെങ്കിലേ അത്തരം സന്ദർഭങ്ങളിൽ സന്തോഷം നിലനിർത്താൻ കഴിയുകയുള്ളൂ. അപ്പോഴത്തെ വീട്ടിലെ മഴവില് കണ്ട് ആസ്വദിക്കുന്നവർ അവിടുത്തെ കാർമേഘങ്ങളെ പരിഗണിക്കാറില്ല. ചില ജീവിത യാഥാർത്ഥ്യങ്ങൾ നമുക്കിഷ്ടമല്ലെങ്കിലും അംഗീകരിച്ചേ മതിയാകത്തുള്ളൂ. അവനവൻ്റെ ഭാവം മാത്രം കാണുകയും അനുഭവിക്കുകയും ചെയ്യുന്നവർക്ക് പരാതിയും പരിഭവവും ഉണ്ടാകും. ആകയാൽ ശാന്തതയുള്ള മനസ്സിൻ്റെ ഉടമസ്ഥരായി തീരാൻ ഈ പ്രഭാതത്തിൽ നമ്മുടെ കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. എപ്പോഴും കർത്താവിൽ സന്തോഷിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ ഇഷ്ടം അതാണെന്ന് മനസ്സിലാക്കി മുൻപോട്ട് യാത്ര ചെയ്യുവാൻ ശാന്തതയുള്ള ഒരു മനസ്സിൻ്റെ ഉടമസ്ഥയാക്കി എന്നെ തീർക്കണമേ എന്ന് ഈ പ്രഭാതത്തിൽ നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. പ്രൈസ് ഗോഡ്.